Hi, myself Abdul Muhaimin, Assistant Professor, Department of Computer Application, MES College, Marambally. ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഇഫ് ആയിരുന്നു. അപ്പോൾ സിമ്പിൾ ഇഫിൽ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ട്രൂ ആയാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആയാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ അത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പ്രൊസീഡ് ചെയ്യും. ഇവിടെ ട്രൂ ആയാൽ എന്ത് എന്നുള്ള കണ്ടീഷൻ മാത്രമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഫോൾസ് ആയാൽ എന്ത് എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത ലൈൻ ഏതാണോ അത് തൊട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ഇഫ് എൽസ്. ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സിമ്പിൾ ഇഫ്. അപ്പോൾ അതിൽ ആ ചേഞ്ച് ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇഫ് തന്നെയാണ്, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തും കൂടെ ഉണ്ടാവും, ഫോൾസ് ആയാൽ എന്ത് എന്നുള്ള കണ്ടീഷനും കൂടെ നമ്മൾ ഇതിൽ സ്പെസിഫൈ ചെയ്യും. നമുക്ക് നോക്കാം. ഫ്ലോ ചാർട്ട് പ്രോഗ്രാമിലായിട്ട് എൻ്റർ ചെയ്യുന്നു, ദെൻ ഒരു കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ അത് ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആയാൽ എന്ത് ചെയ്യുന്നു, ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിലോട്ട് പോകുന്നു. അവിടെയുള്ള ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ദെൻ അതിന് പ്രൊസീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എൻഡ് ഓഫ് പ്രോഗ്രാം. ദെൻ ആ കണ്ടീഷൻ ഫോൾസ് ആയാൽ ഈ ബ്ലോക്ക് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്യും. ദെൻ ഫോൾസിന്റെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഫോൾസ് ആയാലുള്ള ബ്ലോക്ക്. അപ്പോൾ ആ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ ഇവിടുത്തെ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നു, എൻഡ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, ഇവിടെ അഡീഷണൽ ആയിട്ട് ഈ ഒരു പോർഷൻ ആണ് വന്നത്. സിമ്പിൾ ഇഫിൽ ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റർ ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആയാൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്, സ്റ്റേറ്റ്മെന്റ് എക്സ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇത് ഫോൾസ് ആയാൽ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയാൽ സിമ്പിൾ ഇഫിൽ എങ്ങനെയായിരുന്നു, അത് സ്റ്റേറ്റ്മെന്റ് എക്സിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട്. അപ്പോൾ ഇവിടെ ഈ ഫെൽസിൽ ഫോൾസ് ആയാൽ എന്ത് എന്നുള്ള കണ്ടീഷനും കൂടെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ അത്തരം കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്. ഫോൾസ് ആയാൽ ഫോൾസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു, ബാക്കിയുള്ള പ്രൊസീഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിന്റെ സിൻടാക്സ് സിമ്പിൾ ഇഫിൽ നമ്മൾ സിമ്പിൾ ഇഫിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ സിൻടാക്സ് എങ്ങനെയായിരുന്നു, ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രം ഉണ്ടായിരുന്നു, ദെൻ സ്റ്റേറ്റ്മെന്റ് എക്സ്. ഇവിടെ ഇതിലേക്ക് ഇഫ് എൽസിന്റെ സിൻടാക്സിലോട്ട് വരുമ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയാൽ ഒരു ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഒരു എൽസ്, അത് ഫോൾസ് ആയാൽ എന്ത് ചെയ്യണം, ഫോൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റിലുള്ള ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. നമ്മൾ ടു നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്ന കേസിൽ എങ്ങനെ ചെയ്യുക, രണ്ട് നമ്പേഴ്സ് ആദ്യം ചെക്ക് ചെയ്യുന്നു, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്നുള്ളത്. അത് ട്രൂ ആയാൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഡി ഈസ് ഗ്രേറ്റർ, അതായത് എ ഈസ് ഗ്രേറ്റർ എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആയാൽ. ഇത് ഫോൾസ് ആയാൽ അതിനർത്ഥം എന്താ, എ ലെസ് ദാൻ ബി ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ എൽസ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് പെർസെൻറ്റേജ് ഡി ഈസ് ഗ്രേറ്റർ, അതായത് ബി ഈസ് ഗ്രേറ്റർ എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇനി അടുത്ത ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്, ബ്രാഞ്ചിങ്ങിൽ വരുന്നതാണ് നെസ്റ്റഡ് ഇഫ് എൽസ്. നമ്മൾ സിമ്പിൾ ഇഫ് പഠിച്ചു, ഇഫ് എൽസ് പഠിച്ചു, ദെൻ നെസ്റ്റഡ് ഇഫ് എൽസ്. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലോ ചാർട്ടിൽ എൻ്റർ ലൈൻ ഓഫ് കോഡിലോട്ട് എൻ്റർ ചെയ്യുന്നു, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആയാൽ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആയാൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ സ്റ്റേറ്റ്മെന്റ് എക്സ് അതിന് പ്രൊസീഡ് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എൻഡ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. ദെൻ അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇഫ് എൽസിലാണെങ്കിൽ ഒരു ട്രൂ കണ്ടീഷൻ, അതിന്റെ ഫോൾസ് അല്ലെ, ഒരു സിംഗിൾ കണ്ടീഷൻ ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് എൽസിൽ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ഈ ഒരു കേസിൽ ട്രൂ ആയാൽ എന്ത്, അവിടെ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്. നെസ്റ്റഡ് ഇഫ് എൽസിലോട്ട് വരുമ്പോൾ ഇഫ് എൽസ് നെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇഫിനകത്ത് വേറൊരു ഇഫ്. ഓക്കെ, അപ്പൊ ഇത് ട്രൂ ആയാൽ പിന്നെന്താ ചെയ്യുക, അടുത്ത ട്രൂ കണ്ടീഷൻ ചെക്കിങ്ങിലോട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക, കണ്ടീഷൻ 1ഉം 2ഉം ട്രൂ ബോത്ത് ട്രൂ ആയാൽ മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനിയുള്ള സെക്കൻഡ് കേസ് എന്താ, കണ്ടീഷൻ 1 ട്രൂ ആയി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും കൺട്രോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടീഷൻ 2 ഫോൾസ് ആയിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 2 ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ കണ്ടീഷൻ 1 ട്രൂ, കണ്ടീഷൻ 2 ഫോൾസ് ആയാൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ബാക്കി സ്റ്റേറ്റ്മെന്റ് എക്സ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എൻഡ് ഓഫ് പ്രോഗ്രാം, അതുപോലെ പ്രൊസീഡ് ചെയ്യും. ഓക്കെ,
ഇനി മൂന്നാമത്തെ കേസ്, കണ്ടീഷൻ 1 തന്നെ ഫോൾസ് ആയി, എൻ്റർ ചെയ്യുന്നു, കണ്ടീഷൻ 1 തന്നെ ഫോൾസ് ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ സ്റ്റേറ്റ്മെന്റ് എക്സ്, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എൻഡ് ഓഫ് പ്രോഗ്രാം. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇഫ് എൽസ് നെസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനകത്ത് വേറെ ഒന്ന് പ്ലേസ് ചെയ്യുക. അപ്പൊ അവിടെ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഈഫിനകത്ത് വേറൊരു ഈഫ് പ്ലേസ് ചെയ്യുന്നതിനാണ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് എക്സാമ്പിളിൽ 2 കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് നമ്മൾ 2 കണ്ടീഷനെ പാടുള്ളൂ എന്നല്ല, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടീഷൻ 1, കണ്ടീഷൻ 2, കണ്ടീഷൻ 3യും കൂടെ വരുത്താം. 4 അപ് ടു n കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിനകത്ത് ഒന്ന് നെസ്റ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഇപ്പോൾ n കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ 1 ചെക്ക് ചെയ്യുന്നു, ട്രൂ ആയാൽ കണ്ടീഷൻ 2 ചെക്ക് ചെയ്യുന്നു, 3, 4 അപ് ടു n ചെക്ക് ചെയ്ത് അത് എല്ലാം ട്രൂ ആയാലാണ് ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഫോൾസ് ആയാൽ ഒന്ന് ട്രൂ ആയി, അടുത്ത ബ്ലോക്ക് കയറി അത് ഫോൾസ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസ്. അപ്പോൾ ഇവിടെ സീരീസ് ഓഫ് ഡിസിഷൻസ് ആർ ഇൻവോൾവ്ഡ്, വി മേ ഹാവ് ടു യൂസ് മോർ ദാൻ വൺ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഇൻ നെസ്റ്റഡ് ഫോം. ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യുക എന്നതുകൊണ്ട് മാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ 2 നമ്പേഴ്സിൽ ഗ്രേറ്റർ ഏതാണ് കണ്ടെത്തുന്ന കേസിൽ എന്ത് യൂസ് ചെയ്താൽ മതി, ഇഫ് എൽസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, 3 നമ്പേഴ്സ് ഗ്രേറ്റർ ഏതാണെന്നുള്ള കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് സാധ്യമാവണമെന്നില്ല. ഓക്കെ, 2, 3 നമ്പർ ഉണ്ടാവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2 കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സിൻടാക്സ് നോക്കാം. ഇഫ് കണ്ടീഷൻ 1 ട്രൂ ആയാൽ ഇഫ് കണ്ടീഷൻ 2 ഇതും ട്രൂ ആയാൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ 1 ട്രൂ ആയി, കണ്ടീഷൻ 2 അകത്ത് കിടന്നു, അത് ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇഫിന് നേരെ എൽസ് ഈ ഭാഗമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് 2 ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അതല്ല, ഇഫ് കണ്ടീഷൻ 1 ഇത് തന്നെ ഫസ്റ്റ് തന്നെ ഫോൾസ് ആയി എങ്കിൽ ഈ ഇഫിന്റെ കറസ്പോണ്ടിങ് എൽസ് പാർട്ടായിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് 3 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ എല്ലാത്തിനു ശേഷം സ്റ്റേറ്റ്മെന്റ് എക്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി എക്സാമ്പിൾ നോക്കാം. 2 നമ്പേഴ്സിന് പകരം നമ്മൾ 3 നമ്പേഴ്സ് എടുക്കുന്നു. അപ്പോൾ 3 നമ്പേഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ ഈ ഒരു ബ്ലോക്കിനകത്ത് കടക്കുന്നു. അവിടെ രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രം ഈ ബ്ലോക്കിനോട്ട് കടക്കുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് ഓഫ് എ ഈസ് ഗ്രേറ്റർ. ഇതിനർത്ഥം എന്താ, എ ഗ്രേറ്റർ ദാൻ ബി ആണ്, എ ബിനെക്കാട്ടും വലുതാണ്, ട്രൂ ആയി. അപ്പോൾ ഈ ബ്ലോക്കിലേക്ക് കടക്കുന്നു. എ ഗ്രേറ്റർ ദാൻ സി, എ സിനെക്കാട്ടും വലുതാണ്. ഇവിടെ 2 കണ്ടീഷൻ ട്രൂ ആയി. അതിനർത്ഥം എന്താ, എ ബിനെക്കാട്ടും വലുതാണ്, സിനേക്കാളും വലുതാണ്. 2 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ 3 നമ്പറിൽ ആരായിരിക്കും വലുത്, എ ആയിരിക്കും വലുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് വരുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഓക്കെ, ദെൻ അടുത്ത കണ്ടീഷൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ സി, എ ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷെ എ സിനെക്കാട്ടും വലുതല്ല. അതിനർത്ഥം എന്താ, സി ആണ് ഗ്രേറ്റർ. നമ്മൾക്ക് 3 നമ്പേഴ്സ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു നമ്പർ എ ഉണ്ട്, ദെൻ എ ഗ്രേറ്റർ ദാൻ ബി. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്തായിരുന്നു, എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്നുള്ളത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ലെഫ്റ്റിൽ പ്ലേസ് ചെയ്യുന്നു, സ്മോളർ ആയിട്ടുള്ളത് റൈറ്റിലും പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനർത്ഥം എന്താ, എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എ ആണ് ഈ 2 നമ്പറിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ എ പ്ലേസ് ചെയ്യും. ദെൻ അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു, എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി, രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയാൽ എ ഗ്രേറ്റർ ദാൻ ബിയും ആണ് സിയും ആണ്. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ ഗ്രേറ്റർ നമ്പർ പ്ലേസ് ചെയ്യുന്നു, റൈറ്റിൽ സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ബിയും സിയും എന്തായാലും എനേക്കാളും ചെറുതാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, എ ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ. അതാണ് ഈ ഒരു കേസിൽ നടക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. കണ്ടീഷന് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ഫസ്റ്റത്തെ കണ്ടീഷൻ ട്രൂ ആയാലാണ്, ട്രൂ ആയാൽ മാത്രമേ ഇതിനകത്തോട്ട് പ്രവേശിക്കുള്ളൂ. അപ്പോൾ അത് ട്രൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ് കണ്ടീഷൻ ട്രൂ. അടുത്ത കണ്ടീഷൻ എന്താ, എ ഗ്രേറ്റർ ദാൻ സി. അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, രണ്ടും ട്രൂ ആയപ്പോൾ റൈറ്റിൽ ബിയും സിയും പ്ലേസ് ചെയ്തു, എ ആണ് വലുതെന്ന് നമ്മൾ കണ്ടെത്തി.
ഇവിടെ കേസിൽ ഫസ്റ്റ് കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷൻ അതിലോട്ട് കിടക്കുമ്പോൾ ഇത് ട്രൂ ആയാൽ ഇതിലായിട്ട് പ്രവേശിച്ചു, എൻ്റർ ചെയ്തു. ദെൻ ഇവിടെ അടുത്ത കണ്ടീഷന് എന്താണ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുള്ളത്. ഇത് നേരത്തെ ട്രൂ ആയിരുന്നു, ബി ഫസ്റ്റ് കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയിരുന്നു. ഈ കേസിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ ട്രൂ, രണ്ടാമത്തെ കണ്ടീഷൻ ഫോൾസ് ആയാൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യുന്നു, സി ഈസ് ഗ്രേറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. എ ഗ്രേറ്റർ ദാൻ സി അല്ല എങ്കിൽ സി അല്ലേ ഗ്രേറ്റർ, ഇത് ഫോൾസ് ആയാൽ എ സിനെക്കാളും ചെറുതാണ്. അപ്പോൾ സി ലെഫ്റ്റിലുണ്ട്, ദെൻ എയും ബിയും റൈറ്റിലുണ്ട്. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താ, സി ആണ് ലാർജസ്റ്റ് നമ്പർ. എയും ബിയും നമ്മൾ പിന്നെ കമ്പയർ ചെയ്യേണ്ട കേസാണ്, അതിലേതാണ് വലുത്. അപ്പൊ നമുക്ക് 3 നമ്പറിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാ, സി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷന് എ ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, പ്രിന്റ് അതിനകത്ത് അഡീഷണൽ നെസ്റ്റഡ് ഇഫ് എൽസ്, ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ഫോൾസ് ആയാൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ഈ സി ഗ്രേറ്റർ ദാൻ ബി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷന് എ ഗ്രേറ്റർ ദാൻ ബി അത് ഫോൾസ് ആണ് എങ്കിൽ അതിനർത്ഥം എന്താ, ബി അല്ലേ ഗ്രേറ്റർ. ഇത് ഫോൾസ് ആണെന്ന് മനസ്സിലായാൽ അതിനർത്ഥം ബി ആണ് ഗ്രേറ്റർ. അപ്പൊ ബി നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിൽ പ്ലേസ് ചെയ്യുന്നു, നേരത്തെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ബിയും എയിലും നമ്മൾക്ക് ഏതാ വലുതെന്ന് കിട്ടി, ബി ആണോ വലുതെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സി ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നുള്ള മൂന്നാമത്തെ നമ്പർ സി ആണ്. സി ഗ്രേറ്റർ ദാൻ ബി ആണോ, സി ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അതിനർത്ഥം എന്താ, സി ലെഫ്റ്റില് ബിയും എയും റൈറ്റില്. ഓക്കെ, അപ്പൊ ഗ്രേറ്റസ്റ്റ് ഏതാ, സി അല്ലേ ഗ്രേറ്റർ. ഗ്രേറ്റസ്റ്റ് നമ്പർ സി ആണെന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് ഓഫ് സി ഈസ് ഗ്രേറ്റർ. അപ്പൊ ഇത് ഫോൾസ് ആയി, അതായത് ഫസ്റ്റത്തെ കണ്ടീഷനും ഫോൾസ് ആയി, ഈ കണ്ടീഷനും ഫോൾസ് ആയി എങ്കിൽ അതിനർത്ഥം എന്താ, ബി ആണ് ഗ്രേറ്റർ. അപ്പോ ഈ സെയിം ഇൻസ്റ്റൻസ് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി അത് ഫോൾസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഗ്രേറ്റർ ദെൻ എ സ്മോളർ. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു, ഇഫ് സി ഗ്രേറ്റർ ദാൻ ബി, അതും ഫോൾസ് ആയി കഴിഞ്ഞാൽ അപ്പോ ആരാണ് ഗ്രേറ്റർ, ബി ആയിരിക്കും ഗ്രേറ്റർ. കാരണം സി ഗ്രേറ്റർ ദാൻ ബി ഫോൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബിനെക്കാട്ട് വലുതല്ല, അപ്പൊ ബി നമ്മൾ ലെഫ്റ്റിൽ വെക്കുന്നു. അപ്പോൾ എയും സിയും ഇതിൽ കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ്, ബി ഗ്രേറ്റർ ആണ്. ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് if else, then nested if else. Thank you.